Hi, I am Storyteller and welcome back to my vlog. ഇന്ന് ഞാൻ സാൽസ്ബർഗ് സിറ്റി ഒന്നും കൂടി കാണാൻ പോവാണ്. അതായത് ഇന്നലെ എൻ്റെ ഹോസ്റ്റ് എനിക്ക് എങ്ങനെ സാൽസ്ബർഗ് സിറ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്നുള്ളത് ജസ്റ്റ് ഒരു ടിപ്സ് കുറച്ച് 2 മണിക്കൂർ തന്നെ ആ സിറ്റി ഒന്ന് കാണിച്ചെന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് കാണിച്ചെന്ന് ടിപ്സൊക്കെ തന്നു. അത് ഞാൻ ഇന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് സാൽസ്ബർഗിനെ ആ ഹിസ്റ്റോറിക് വാല്യൂസും അതിൻ്റെ മ്യൂസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ള ആർക്കിടെക്ചർ പിന്നെ ആ സാൽസ്ബർഗിൻ്റെ ലാൻഡ്സ്കേപ്പ് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. സോ ഈ വീഡിയോ മൊത്തം അതായിരിക്കും ഞാൻ എങ്ങനെ സാൽസ്ബർഗ് ഈ ഒരു ദിവസം കണ്ടു. സോ വെൽക്കം ടു മൈ വ്ളോഗ്. തലേ ദിവസം ഹോസ്റ്റ് പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഹോസ്റ്റ് ആക്ച്വലി 6 മണിക്ക് ലീവ് ചെയ്തതാണ്. അതായത് രാവിലെ 6 മണിക്ക് പുള്ളിക്കാരൻ വർക്കിന് പോകും. അപ്പം പുള്ളിക്കാരൻ്റെ കീ എനിക്ക് തന്ന് ഞാനങ്ങനെ ആ കീ ഒക്കെ എടുത്ത് എൻ്റെ അവിടെ ലെറ്റർ ബോക്സ് ഉണ്ടായിരുന്നു അതിലിട്ടിട്ട് ഞാൻ അയാൾ തന്ന ബൈക്കിൽ പോയതാണ്. സോ ദാറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ട്രസ്റ്റ് മാത്രമാണ്. എനിക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതങ്ങനെയല്ല, അത് അയാളും എന്നെ ട്രസ്റ്റ് ചെയ്ത് ഞാൻ അയാളെയും ട്രസ്റ്റ് ചെയ്ത് അതൊക്കെ അതിൻ്റെ ഒരു ഇതാണ്. അങ്ങനെ ഇന്നത്തെ റൈഡ് പോവാണ്. നൈസാണ് ഇത്. ഇന്നലെ വന്ന സമയത്ത് ഫുൾ ഡാർക്കായിരുന്നു ട്രെയിനിങ്ങും, അതുകൊണ്ട് എല്ലാ ചുറ്റും ആൽപ്സും അതൊക്കെ കാണാൻ വേണ്ടി ബുദ്ധിമുട്ടായിരുന്നു. നല്ല മൂടിക്കിടന്ന് ഒരുമാതിരി മൂടിയിട്ട് അപ്പോൾ വാസ് ജസ്റ്റ് പ്രേയിങ് ഇന്ന് നല്ല ബ്രൈറ്റ് ഡേ ആണ്. താങ്ക്ഫുള്ളി ഇന്ന് ബ്രൈറ്റ് ഡേ ആണ് ഇപ്പോഴ്. അതുപോലെ ഇപ്പം ഇല്ലത് ഒരു കുറേ ഇതിനൊക്കെ ഇടക്കാണ്. അതായത് ഐ മീൻ നമ്മളിപ്പം സൈക്കിൾ ട്രാക്കിലാണ് പോകുന്നത്. അവിടെ നല്ല സ്മൂത്തായിട്ട് പോവാം. എന്നോട് എൻ്റെ ഹോസ്റ്റ് ഇന്നലെ പറഞ്ഞ പോലെ എങ്ങനെ സാൽസ്ബർഗ് പ്രോപ്പറായിട്ട് കാണാമെന്ന് ഒരു ടിപ്സൊക്കെ തന്നു. അതായത് എല്ലായിടത്തും കൊണ്ടുപോയി. അപ്പം അതുപോലെ ഞാൻ ഇപ്പം സാൽസ്ബർഗ് സിറ്റി മൊത്തം കാണാൻ വേണ്ടി പോവാണ്. ഇതിന് 12:40 ആണ്. നമുക്കെല്ലാം കാണാം. Yes, so 12:40. Yes. ഇത് ഹോഹൻ സാൽസ്ബർഗ് ഫോർട്രസ് ആണ്. അതായത് 1077 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഫോർട്രസ്. അവിടെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ഉള്ളൊരു ഫോർട്രസ് ആണ്. കുറേ ഈ സാൽസ്ബർഗ് സിറ്റീനെ പറ്റിയിട്ടുള്ള എല്ലാം ഈ ഫോർട്രസ്സിൽ കാണാം. അത് സിറ്റീൻ്റെ എങ്ങനെയാണ് ഫോമായത്, അങ്ങനെ പലതും അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർട്രസ്സിൽ ആക്ച്വലി പോകുന്നത്. സാൽസ്ബർഗ് വന്നാൽ ഈ ഫോർട്രസ് കാണാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബാഡ് ഡിസിഷൻ. സോ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് ഇപ്പം അങ്ങോട്ടേക്ക് പോവാണ്. ഹിസ്റ്റോറിക് തിങ്സിനെ പറ്റിയിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണിത്. ഹിസ്റ്ററിപരമായിട്ടും അതുപോലെ ആർക്കിടെക്ചർ അതുപോലെ ലാൻഡ്സ്കേപ്പ് എല്ലാം ഇവിടെ ഈ ഫോർട്രസിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. 1077 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഈ ഫോർട്രസ് പല കാലങ്ങളിലും പല ബിഷപ്സും അവിടെ റൂൾ ചെയ്യുന്ന ആൾക്കാരും അതൊരുപാട് അതിൻ്റെ മോഡിഫിക്കേഷൻസ്, ഇംപ്രൂവ്മെൻറ്റ്സ്, അങ്ങനെയൊക്കെ റെനോവേഷൻസ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഈ നമ്മുടെ ഈ ഫോർട്രസ് വിസിറ്റ്, അതിലെ മ്യൂസിയം വിസിറ്റ് അതിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണും. അവിടെ ചെറിയ ചെറിയ ടൂർസും ഉണ്ടാവും. അതൊക്കെ ഞാൻ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മാക്സിമം അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ച് ഈ ഹിസ്റ്റോറിക്, അതായത് കുറേ ഇൻഫർമേഷൻസ് ഉള്ള കാര്യമായുണ്ട്. എത്രത്തോളം എൻ്റെ തലയിൽ പോയി എന്ന് എനിക്കറിയില്ല. മീൻസ് അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഒരു ഐഡിയ, അവിടുത്തെ ഒരു എന്തുകൊണ്ടാണ് ആ ഫോർട്രസ്, എന്താണ് ആ സിറ്റി, ഇതൊക്കെ അറിയാൻ വേണ്ടി പറ്റി. Dear visitor, we would like to welcome you up here at the fortress of Salzburg. To begin with, we would like to give you some information on the fortress itself.
It was built during the 11th century and is mentioned for the first time in 1077 in documents. The outer enclosure walls covering the entire plateau of the hill were built during the 12th and 13th centuries. From then on, the fortress was constantly enlarged and rebuilt. 1465 was the year of the construction of the 4 round towers. A little later, the enclosure walls and the Romanesque keep were enlarged, the granary and the arsenal built. The fortress owes its precious interior decoration, especially the state halls and the church of St. George, to the Archbishop Leonhard von Keutschach. When during the 30 Years' War the town was fortified, the fortress was modernized too. The Archbishop Paris Laudron, 1619 to 53, had the roofs of all buildings flattened, the western outworks and the northern barricades with their walls built. When in 1681 the mighty Kuenburg bastion was achieved, the fortress was completed. From 1816 until the Second World War, the fortress was used as barracks. The interior of the fortress and its works of art can be seen during a conducted tour. From up here you can also admire a wonderful panorama, which we would now like to explain a little to you. Let us begin our explanations with the Mönchsberg, next to the hill with the fortress to our left. At its bottom you can see the famous vestry house, formerly the stables of the court of the archbishops, extended by a new building in 1916. Next to the hill of the fortress, you can see the Baroque tower of the Collegiate Church of St. Peter, with the buildings of the abbey and the cemetery with its old tombs of Salzburg families. Near St. Peter, you can see 2 more churches. In the background, the Baroque Kollegienkirche, masterpiece of Johann Bernhard Fischer von Erlach, and next to the Domplatz, the Franziskanerkirche. A little further to the right, in the center of the old town, you can see the Domplatz. Every year during the summer months, the facade of the cathedral is used as a scene for the festival performance of Hugo von Buchmannsthal's play Jedermann, which means every man. Behind the cathedral, you can see the Residenzplatz. During almost 1,000 years, the town of Salzburg was ruled by archbishops, and their old residence is to be seen on the Domplatz. The new residence can be seen to the right of the cathedral, a little farther behind. It is from the tower of this building that you can hear the famous carillon 3 times a day. We thank you for your attention and wish you a nice stay in Salzburg. അങ്ങനെ ഓൾമോസ്റ്റ് ഹാഫ് ഡേ ഞാൻ ഈ ഫോർട്രസ് മൊത്തം ടൂർ ചെയ്ത് തിരിച്ച് താഴേക്ക് ഇറങ്ങാണ്. ഈ ഫോർട്രസ് ഉള്ളത് അവിടെ ഉള്ള ഒരു ഹില്ലിൻ്റെ മുകളിലാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാൽസ്ബർഗിൽ ക്ലാസിക്കൽ മ്യൂസിക്, അതായത് നമ്മൾ മൊസാർട്ട് മ്യൂസിക്സ് ക്രിയേറ്റ് ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ മൊസാർട്ടിൻ്റെ ഹൗസ് എവിടെയാണ് മൊസാർട്ട് ഉണ്ടായത്, അതൊരു ആക്ച്വൽ മ്യൂസിയം പോലെയാണ്. പിന്നെ ഒരുപാട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൺസേർട്സ് ഇവിടെ നടക്കാറുണ്ട്, അതായത് ക്ലാസിക് മ്യൂസിക് കൺസേർട്സ്. പിന്നെ ഈ സാൽസ്ബർഗ് ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങി കണ്ട് ഒരുപാട് ചുറ്റി പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഞാൻ യൂഷ്വലി ഒരു ഫിഷാണ് കഴിച്ചത്. പിന്നെ യൂഷ്വൽ സ്റ്റഫ്സാണ്. അവിടെ ഞാൻ കുറേ സ്ട്രീറ്റ്സിലൊക്കെ ട്രാവൽ ചെയ്ത് ഒരുപാട് നടന്ന് പിന്നെ അവിടെ കുറേ സ്ട്രീറ്റ് ആർട്ടിസ്റ്റിനെ കണ്ടു ഞാൻ, അതായത് ക്ലാസിക്കൽ മ്യൂസിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സ്ട്രീറ്റ് ആർട്ടിസ്റ്റ്.
അങ്ങനെ സാൽസ്ബർഗ് സിറ്റി കണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. ഹിസ്റ്റോറിക് ലാൻഡ്സ്കേപ്പ്, പിന്നെ മ്യൂസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ ആൾക്കാർ, കൾച്ചർ, അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റി. വൺ ഓഫ് ദ ഫേവറേറ്റ് സിറ്റിയായി ഈ സാൽസ്ബർഗ് സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ സിറ്റിയൊക്കെ കണ്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൻ്റെ അടുത്ത് പോയി അന്ന് അവിടെ താമസിച്ചു. ഇതുപോലെ ഇനിയും 5 ദിവസം ഞാൻ ഹിച്ച് ഹൈക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട്, അതായത് ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക്, നിങ്ങൾ കുറേ പേര് എനിക്ക് ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ട്. ചില ആൾക്കാർ സ്ഥിരമായിട്ട് എനിക്ക് ഓരോ വീഡിയോ ചെയ്താൽ എങ്ങനെ ചെയ്യും, ഇങ്ങനത്തെ മോശം സംഭവങ്ങളുണ്ട്, ഇതൊക്കെ നല്ലതായി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. ഞാൻ മാക്സിമം അത് ഇമ്പ്രൂവ് ചെയ്യാനും നോക്കുന്നുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലത്തെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ബൈ.